ഞാൻ കള്ളിന്റെ പുറത്ത് എന്റെ കുത്തിനോട് പച്ചയ്ക്ക് എന്റെ കുത്തിനോട് കയ്യില്ലേ. ഇനിയിപ്പോൾ നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ ക്ഷമിക്കും. മരിയോ, നീ ഇതിൽ കക്ഷിയല്ല, നമ്മൾ ശത്രുക്കളും അല്ല. പക്ഷെ നിന്റെ പൊണ്ടാട്ടി കക്ഷിയാണ്. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മരിയോ, ഞാൻ ഫിനാൻഷ്യൽസിന് മുമ്പിൽ കള്ളനാണ്. ജോലിക്ക് പോയിട്ട് കുറച്ച് ദിവസം നീ വിചാരിച്ച എന്റെ ഈ പ്രശ്നമൊക്കെ നിനക്ക് അതിൽ ഇടപെടാൻ പറ്റും. ഞാൻ നിനക്ക് യാചിക്കാമെന്നുള്ള ചോദിക്കാൻ വന്നാണ്. നടക്കണല്ല ഇതിന്റെ കെട്ടിടത്താണ് മുത്തന്റെ ബാക്കി കൊടുക്കാൻ കിട്ടും. എനിക്കുണ്ട് കല്യാണം നടത്തേണ്ട ബാക്കി കുറെ കടം എല്ലാം ഇത് വെച്ച് തീർക്കേണ്ടത്. അതെടുത്ത് നിനക്കെന്ന് ഞാനും തോന്നി. അതുകൊണ്ട് നടക്കത്തില്ല. നീ സ്ഥലം വിടാൻ നോക്ക്. ഞാൻ എങ്ങോട്ട് സ്ഥലം വിടാൻ? എന്റെ പൊന്നു ഇവിടെ ഇരിക്കുന്നു പോകുന്നില്ല. ഞാൻ ഇപ്പോഴൊക്കെ തന്നെ കാണും. ഇവിടെ ഒരു ബെസ്റ്റ് വഴി ഞാൻ പറയാം. നീ ഇതുപോലെ കടപ്പുറത്ത് പോയി തമ്പടിക്കും. അള്ള ഇവിടെ നിന്ന് ഒപ്പിച്ചിരും. അതൊന്നും നടക്കത്തില്ല. വലിയ വഴി അടഞ്ഞിട്ടാ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ. അതെനിക്ക് സ്ത്രീധനം കിട്ടിയ മുതലാ. അല്ല മരിയോ, നിന്റെ ഭാര്യയും കൂട്ടരും കട്ടോണ്ട് വന്നു. അതിൽ പങ്കേറുന്ന നീയും കള്ളാ. അത് വിചാരിച്ചാൽ ഞാൻ നിന്റെ അടുത്ത് വന്നത്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് കുറച്ച് നേറി ഞാൻ പോയി. നീ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. നീ പോവാൻ നോക്ക്. നീ മരിയാനോ, നീ അധ്വാനിച്ച് ജീവിക്കുന്നവനല്ല. അധ്വാനിക്കുന്നവൻ എന്തിനാണ് സ്ത്രീധനം? അവൻ അധ്വാനിച്ച് കുടുംബം പോയി. അത് കൊണ്ടാട്ടി കട്ടോണ്ട് ഒരു പണി വെച്ച് കുടുംബകാര്യം നോക്കുന്ന ആരാണ്? നീ പണിയൊക്കെ തന്നെ. പക്ഷെ പറയാതെ വയ്യ. ഇല്ലാത്തൊരു പറച്ചിലുണ്ട്, കണ്ടവന്റെ കൊത്തിലെ തീട്ട കണ്ട് പട്ടിയെ വളർത്തും. അത് നിന്നെ പോലെയാണ്. കണ്ടവന്റെ